റുബാർബിന്റെ ഞാൻ ഓൾമോസ്റ്റ് 2-3 ടെക്സ്റ്റ് റെഫർ ചെയ്തു. റുബാർബിന്റെ നമുക്ക് ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ അല്ലെ. സോ റുബാർബിന്റെ നമുക്ക് ടെക്സ്റ്റ് ബുക്സിൽ ഒന്നും തന്നെ ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. നമുക്കറിയാം റുബാർബ് ഈ പറയുന്നത് പോലെ തന്നെ ഒരു ലാക്സേറ്റീവ് ഏജന്റ് ആണ്. റുബാബ് ടെക്സ്റ്റിലൊന്നും അതിന്റെ എന്താ പറയാ എവിടെ നിന്നാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്തരം ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് റുബാബിനെ പറ്റി ഡീറ്റെയിൽസ് കിട്ടും. റുബാബിന്റെ കണ്ടന്റ് എന്താണ്, അത്തരം ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാം. അലോവേറ എല്ലാവരും പഠിച്ചോ? അല്ലെങ്കിൽ അലോ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള എല്ലാ ഡ്രഗുകളെയും പറ്റിയും പഠിച്ചോ? ഇന്നലെ പഠിപ്പിച്ച അത്രയും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തോ? ഒരു പ്രാവശ്യം എക്സ്ട്രാ ഒന്ന് വായിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. സമയം എടുത്ത് നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഏജന്റിലേക്ക് പോവാം. റുബാർബ് എന്ന് പറയുന്ന ഏജന്റിലേക്ക് പോവാം. സോ കിട്ടിയിരിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ പറഞ്ഞു തരാം കേട്ടോ. സോ റുബാർബ് റെയിം അല്ലെങ്കിൽ റൈസോം അല്ലെങ്കിൽ റുബാർബ് എന്ന വേർഡ് തന്നെ റൈസോം എന്നുള്ള ഒരു മീനിങ്ങുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ റുബാർബ് നമുക്ക് എവിടുന്നാണ്, ഏത് പാട്ടിൽ നിന്നാണ് നമുക്ക് റുബാർബ് കിട്ടുന്നത്? റുബാർബ് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് റൂം, RHEUM, റം എന്നുള്ളൊരു വേർഡും കൂടെ റുബാർബ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കൂടെ പറയേണ്ടി വരും. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം, അതിന്റെ പാർട്ട് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത് റൈസോം ആണ്. ഓക്കെ, then rhubarb consists of rhizome of ram, palmettum, lim and other species of ram. So accepting are Rhaphonthecum, which belongs to the family Polygonaceae. Okay, so നമ്മൾ ഇന്നലെ അലോവേറയുടെ പറഞ്ഞു, it belongs to the family Liliaceae and rhubarb it belongs to the family Polygonaceae. Okay, so Indian rhubarb എടുക്കുകയാണെങ്കിൽ it consists of dried rhizome of Rheum emodi. കണ്ടോ, എവിടുന്നൊക്കെയാണ് കിട്ടുക? Rheum palmatum, Rheum emodi and Rheum webbyanum. Okay, സോ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന റൂം എമോഡി ആണ്. നമുക്ക് വേറെയും സോഴ്സ് ഉണ്ട്, റൂം വെബിയാനം, അതേപോലെ റൂം പാൽമെറ്റവും നമുക്ക് വേറെ സോഴ്സ് ആണ്. ഏത് തന്നെ സോഴ്സ് ആയിക്കോട്ടെ, റൈസോം ആണ് അതിന്റെ പാർട്ട് യൂസ്ഡ്. ഓക്കെ, ഇറ്റ് ഈസ് കളക്ടഡ് ഫ്രം 6 to 8 year old plants. ഓക്കെ, സോ 6 മുതൽ 8 വർഷം വരെ പഴയ പ്ലാന്റുകളിൽ നിന്നാണ് നമ്മൾ റൈസോം കളക്ട് ചെയ്യുന്നത്. ആൻഡ് എപ്പോഴായിരിക്കും കളക്ട് ചെയ്യുക? ജസ്റ്റ് ബിഫോർ ദ ഫ്ലവറിംഗ് സീസൺ, ഫ്ലവറിംഗ് സീസണിന് തൊട്ട് മുമ്പായിട്ട്. ആൻഡ് സോൾഡ് വിത്ത് കോർട്ടെക്സ് ഓർ ഇൻ പാർഷ്യലി ഡീകോർട്ടിക്കേറ്റഡ് ഫോം. സോ ജസ്റ്റ് ബിഫോർ ദ ഫ്ലവറിംഗ് സീസൺ ആയിരിക്കും. നമ്മൾ പറഞ്ഞു പാൽമെറ്റം ആയിക്കോട്ടെ, വെബ്യാനം ആയിക്കോട്ടെ, ഇമോഡി ആയിക്കോട്ടെ, എല്ലാം നമ്മൾ എടുക്കുന്നത് ഏത് ഫോമിൽ നിന്നാണ്? ഓൾ ആർ ടേക്കൺ ഫ്രം ദ റൈസോമിൽ നിന്നാണ് എടുക്കുന്നത് അല്ലെ. സോ അതിന്റെ ഡീകോർട്ടിക്കേറ്റഡ് ഫോമിൽ നിന്നാണ് നമ്മൾ എടുക്കുക. ഡീകോർട്ടിക്കേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ അതിനെ സെല്ല് ചെയ്യുന്നതും ഡീകോർട്ടിക്കേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപ്പൊ തോലോടുകൂടി നമ്മൾ ആ പ്ലാന്റിന്റെ റൈസോമിനെ എടുക്കുന്നു. പല പല സോഴ്സുകൾ ഉണ്ട്. ഇനി നിങ്ങൾ ആ കോളത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. കോളത്തിലെ 4th one ആണ് റുബാർബ്. സോ റൈസോം ആണ് പാർട്ട് യൂസ്ഡ്. ബയോളജിക്കൽ സോംസ് റൂം പാൽമെറ്റം, റൂം വെബിയാനം ആൻഡ് റൂം ഇമോഡി ബിലോങ്സ് ടു ദ ഫാമിലി പോളിഗോണേസിയെ. ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂന്റ് റെയിൻ, അലോ ഇമോഡിൻ, അലോവേറയുടെയും ഒരു പാർട്ടാണ് അല്ലെ. ദെൻ ക്രൈസോഫെനോൾ. അങ്ങനെ 3 ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് ഉള്ളത്. ബിറ്റർ ആണ്, സ്റ്റൊമക്കിക് ആണ്, ആന്റി ഡയറിയൽ ആണ്, പർഗേറ്റീവ് ആണ്. റംപോട്ടിക് റുബാർബ് അല്ലെങ്കിൽ ആ റംപോട്ടിക്കം എന്ന് പറയുന്നതാണ് സബ്സ്റ്റിറ്റ്യൂവൻസ്. ദെൻ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുവാണെങ്കിൽ റുബാർബ് ഈസ് കളക്ടഡ് ആൻഡ് കൾട്ടിവേറ്റഡ് ഇൻ ചൈന, ടിബറ്റ്, ഇന്ത്യ, ജർമ്മനി ആൻഡ് അതർ യൂറോപ്യൻ കൺട്രീസിലാണ് നമ്മൾ റുബാർബ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ റുബാർബ് എന്ന് പറയുന്നത് ഒരു സ്റ്റൗട്ട് ഹെർബാണ്. യൂഷ്വലി 1.5 to 3 മീറ്റർ ഹൈറ്റിലായിട്ടായിരിക്കും ഉണ്ടാവുക. അലോവേറ നമ്മുടെ ഹിമാലയൻ റീജിയനിലാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ.
റുബാർബും അതുപോലെ തന്നെ കാശ്മീർ അല്ലെങ്കിൽ സിക്കിമിലായിരിക്കും ഉണ്ടാവുക. അവിടെയും ഒരു 3600 മുതൽ 5000 മീറ്റർ ഹൈറ്റ് ആൾട്ടിറ്റ്യൂഡിന്റെ മുകളിലായിട്ടായിരിക്കും റുബാർബ് ഉണ്ടാവുക. അതേപോലെ ഇന്ത്യയിലെ കേസ് എടുക്കുകയാണെങ്കിൽ ആസാം, നേപ്പാൾ, സിക്കിം, കുളു ആൻഡ് കുളുമാൻ, അങ്ങനെ കുളുമനാലി ആ ഒരു റീജിയനിലേക്കാണ് കൂടുതലായിട്ട് നമുക്ക് റുബാർബ് എന്ന് പറയുന്ന റൈസോം കിട്ടുന്നത്. നമ്മൾ അതിനെ ഡീകോർട്ടിക്കേറ്റഡ് ഫോം അല്ലെങ്കിൽ പാർഷ്യലി ഡീകോർട്ടിക്കേറ്റഡ് ഫോമിലായിരിക്കും അതിനെ വിൽക്കുന്നത്. ഇപ്പൊ ഇഞ്ചിയൊക്കെ നമ്മള് ഡീകോർട്ടിക്കേറ്റഡ് ഫോമിൽ തന്നെയല്ലേ വിൽക്കുന്നത്. അതിന്റെ ആ ഒരു കോർട്ടെക്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, സോൾഡ് വിത്ത് കോർട്ടെക്സ്, അല്ലെങ്കിൽ കുറച്ചൊക്കെ അതിന്റെ കോർട്ടെക്സ് മാറ്റിക്കൊണ്ടായിരിക്കും സെയിൽ ചെയ്യുന്നത്. ഇനി ഓർഗാനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് എന്താണ്? അതിന്റെ പൊതുവേ ഉള്ള അതിന്റെ ക്യാരക്ടേഴ്സ് ആണ് ഓർഗാനോലെപ്റ്റിക്. കളർ ഇസ് ബ്രൗൺ ടു യെല്ലോ, ഓർഡർ ഇസ് ഫ്രാഗ്നന്റ്, ടേസ്റ്റ് ബിറ്റർ അല്ലെങ്കിൽ ആസ്ട്രീജൻ. ദെൻ സൈസ് പീസ് ഓഫ് റുബാർബ് എന്ന് പറയുന്നത് 2 മുതൽ 20 സെന്റിമീറ്റർ വരെ നീളവും 1.5 to 2 സെന്റിമീറ്റർ വരെ ഡയമീറ്ററും ഉണ്ടാകും അതിന്റെ സൈസ്. ഷേപ്പ് എന്ന് പറയുന്നത് സബ് സിലിണ്ടറിക്കൽ, ബാരൽ ഷേപ്ഡ്, കോണിക്കൽ അല്ലെങ്കിൽ പ്ലാനോ കോൺവെക്സ് ആയിട്ടായിരിക്കും അതിന്റെ ഷേപ്പ് ഉണ്ടാവുക. ഓക്കെ, ഇനി ആന്ത്രോക്വിനോളിൻ ഡെറിവേറ്റീവ്സും അതിന്റെ സോൾട്ടുകളും തന്നെയാണ് റുബാർബിന്റെയും കണ്ടന്റ്. അലോവേറ പറഞ്ഞപ്പോൾ പലരും അലോവേറ ഓൾസോ കണ്ടെയ്ൻ ആന്ത്രോക്വിനോളിൻ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ അതിന്റെ സോൾട്ട് ഉണ്ട്. ദ ഇൻഡിവിജ്വൽ കമ്പോണന്റ് ഓഫ് റുബാർബ് എന്ന് പറയുന്നതാണ് ക്രൈസോഫെനോൺ, അലോയിമോഡി, ഗ്രീൻ ആൻഡ് ഫൈസിക്കോണും വരാറുണ്ട് കേട്ടോ. ഫൈസിക്കോണും കണ്ടന്റ് ആണ്. ആൻഡ് ഇത് യൂഷ്വലി ഫ്രീ ഫോമിലാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ക്യുനോൺ ഗ്ലൈക്കോസൈഡ് ഉണ്ടല്ലോ, ക്യുനോൺ ഗ്ലൈക്കോസൈഡ് ഓഫ് ക്യുനോൺ, ആൻത്രോൺ അല്ലെങ്കിൽ ഡൈആൻത്രോണുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് റുബാർബ് ഓൾസോ കണ്ടെയ്ൻ സിനാമിക് ആസിഡ്, ഗാലിക് ആസിഡ്, ഗ്രീൻ ആസിഡ് ആൻഡ് കാൽസ്യം ഓക്സലേറ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കോളത്തിലുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കുക. റൈസോം ആണ് റീം പാൽമറ്റും, റീം ബെബിയാനം, റീനിമോഡി, പോളിഗോണേസിയ ഫാമിലി, ഗ്രീൻ അലോയിമോഡി, ക്രൈസോഫെനോൾ, അതേപോലെ ഫൈസിക്കോൺ ഒക്കെയാണ് അതിന്റെ ആക്റ്റീവ് കമ്പോണന്റ്. ഓക്കെ, ഒന്നെങ്കിൽ അത് ഫ്രീ ഫോമിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഗ്ലൈക്കോസൈഡുമായിട്ട്, ഗ്ലൈക്കോസൈഡ് ഓഫ് ക്യുനോൺ, ആൻത്രോൺ അല്ലെങ്കിൽ ഡയാൻത്രോണുമായിട്ട് കമ്പൈൻഡ് ഫോമിലും ഉണ്ടാകാം. അതേപോലെ തന്നെ റുബാർബിലും ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് എക്സ്ട്രാ സാധനങ്ങളുടെ പേരും നമ്മൾ പറഞ്ഞു. സിനമിക് ആസിഡ്, ഗാലിക് ആസിഡ്, റീൻ ആസിഡ് ആൻഡ് കാൽസ്യം ഓക്സലേറ്റ്. ഓക്കെ, ദെൻ ഈ കുറച്ച് കെമിക്കൽ ടെസ്റ്റ് പറയാം. ഫസ്റ്റ് വൺ, അമോണിയ ആഡ് ചെയ്താൽ റുബാർബിന്റെ കൂടെ നമ്മൾ അമോണിയ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കളർ ഇസ് പിങ്ക് കളർ വിത്ത് 5% പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. നമുക്ക് എന്ത് കിട്ടും? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു റെഡ് കളറാണ് കിട്ടുക. ദെൻ UV റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ റീം എമോഡി നമുക്കൊരു ബ്രൗൺ കളർ തരും. അണ്ടർ അൾട്രാവയലറ്റ് റേഡിയേഷൻ റൂം എമോഡി നമുക്ക് തരുന്ന കളർ ബ്രൗൺ. ഇനി ബോൺഡ്രാഗേഴ്സ് ടെസ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞതാ. എങ്ങനെയായിരുന്നു ബോൺഡ്രാഗേഴ്സ് ടെസ്റ്റ്? ഓർമ്മയുണ്ടോ? എങ്ങനെയാ ചെയ്തിരുന്നത്? നമ്മുടെ ഡ്രഗിന്റെ അകത്തേക്ക് ഫെറിക് ക്ലോറൈഡും ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുക, വാട്ടർ ബാത്തിൽ ആഡ് ചെയ്യുക, ബെൻസീൻ ആഡ് ചെയ്യുക, അല്ലെ? സെപ്പറേറ്റ് ലെയറിലേക്ക് വീണ്ടും ഡൈല്യൂട്ട് അമോണിയ ആഡ് ചെയ്യുക. സോ ആന്ത്രോക്വിനോളിൻ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബോൺഡ്രാഗർ ടെസ്റ്റ് ചെയ്യുക. അത് പോസിറ്റീവ് ആണെങ്കിൽ അതിനകത്ത് റുബാർബ് ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത്രയുമാണ് കെമിക്കൽ ടെസ്റ്റ്. ഇനി യൂസ് പറയാനാണെങ്കിൽ എന്താ? ലാക്സേറ്റീവ് കാറ്റഗറിയിൽ തന്നെയാ. പക്ഷെ ഇന്ന് നമ്മൾ ലാക്സേറ്റീവ് മാത്രമല്ലാണ്ട് വേറെയും കുറച്ച് പേരുകൾ പഠിച്ചു. ലാക്സേറ്റീവ്, പെർഗേറ്റീവ്, ഡ്രാസ്റ്റിക്, അതേപോലെ ഹൈഡ്രോഗോഗ്. ഓർമ്മയില്ലേ? ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ് ആയിട്ട്, സോഫ്റ്റ് ഫോംഡ് സ്റ്റൂളിനെയാണ് നമ്മൾ ലാക്സേറ്റീവ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ബ്രാൻ, കരയാഗം, കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, സെന്ന, ഇസബ്ഗോൾ, ലിക്വിഡ് പാരഫിൻ ഒക്കെ ലാക്സേറ്റീവിന്റെ എക്സാമ്പിൾ ആണ്. പർഗേറ്റീവിന്റെ എക്സാമ്പിൾ ആണ് കാസ്ട്രോയിൽ, അലോ, കസ്കാര, റുബാർബ് ഒക്കെ. സോ പർഗേറ്റീവിനകത്ത് തന്നെ മൈൽഡ് ആയിട്ടുള്ള ഒരു പർഗേറ്റീവ് ആണ് റുബാർബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു മൈൽഡ് പർഗേറ്റീവ് ആണ്. കസ്കാരയും റുബാർബും ഒരേപോലത്തെ ഒരു ആക്ഷൻ തന്നെയാണ് തരുന്നത്. ഓക്കെ, സോ യൂഷ്വലി ടാനിൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ആസ്ട്രീജന്റ് ഇഫക്റ്റ് നമുക്ക് പർഗേഷന് ശേഷം കിട്ടാം. ആൻഡ് ഓൾസോ
ഈ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ പെയിൻ ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ടും റുബാർബ് സഹായിക്കും. ഇനി അഡൾട്രേറ്റ് ചെയ്തേക്കുന്ന എന്തൊക്കെയാ നോക്കിക്കേ, കോളം നോക്കിക്കേ, റാംപോട്ടിക് റുബാർബ്. ഓക്കെ, സോ അഡൾട്രന്റ് ഏതാന്ന് ചോദ്യം വരാൻ കേട്ടോ. റാംപോട്ടിക് റുബാർബ് വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം റീം റാംപോട്ടിക്കം, അതൊരു കോമൺ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ചൈനീസ് റാംപോട്ടിക്ക അല്ലെങ്കിൽ റാംപോട്ടിക് റുബാർ, ഇതൊക്കെ നമുക്ക് ചൈനയിൽ നിന്ന് വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ്. അതിന് പ്രത്യേകതരം ഒരു ഗന്ധവും പ്രത്യേകതരം ഒരു ഷേപ്പും ആയിരിക്കും അതിനുണ്ടാവുക. ആൻഡ് ഇവനെ അൾട്രാവയലറ്റ് റേഡിയേഷനിൽ നമ്മൾ വെക്കുമ്പോൾ ബ്രൈറ്റ് ബ്ലൂ കളർ ആയിരിക്കും തരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അൾട്രാവയലറ്റ് റേഡിയേഷനിൽ നമ്മൾ റുബാർബ് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ കളർ ആയിരിക്കും കിട്ടുന്നതെന്ന്. പക്ഷെ ഈ അഡൾട്രന്റിനെ അൾട്രാ വയലറ്റ് റേസിന്റെ അടുത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ബ്രൈറ്റ് ബ്ലൂ കളർ. ബ്രൗണും ബ്ലൂവും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് അറിയാൻ പറ്റും അല്ലെ. ഒറിജിനൽ ആണെങ്കിൽ ബ്രൗണും എന്താ പറയാ അല്ലാത്തതാണെങ്കിൽ ബ്ലൂ കളറും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. നെക്സ്റ്റ് കാസ്റ്റർ ഓയിലിലേക്ക് പോവാം. ഓക്കെ, കാസ്റ്റർ ഓയിൽ എന്താണ്? ഒലിയം, ഇറ്റ്സ് എൻ ഓയിൽ അല്ലെ. കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് ഒരു ഓയിലാണ്. സോ സിനോണിം എന്ന് പറയുന്നത് ഒലിയം റെസിനി എന്നാണ് കേട്ടോ. കാസ്റ്റർ ഓയിലിന്റെ സിനോണിം ആണ് ഒലിയം റെസിനി. ബയോളജിക്കൽ സോഴ്സ് അറിയാലോ, എവിടുന്നാ കിട്ടുക? കാസ്റ്റർ സീഡ്സിൽ നിന്നാണ് അല്ലെ കാസ്റ്റർ ഓയിൽ കിട്ടുക. സോ അതൊരു ഫിക്സ്ഡ് ഓയിൽ ആണ്. യൂഷ്വലി കോൾഡ് എക്സ്പ്രഷനിൽ കൂടെയാണ് കിട്ടുക. റിസിനസ് കമ്മ്യൂണിസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസിൽ നിന്നാണ്. റിസിനസ് കമ്മ്യൂണിസ് ആണ് അതിന്റെ ബയോളജിക്കൽ സോഴ്സ്. അപ്പൊ റിസിനസ് കമ്മ്യൂണിസിൽ നിന്ന് കോൾഡ് കംപ്രഷൻ നടത്തുമ്പോഴാണ് നമുക്ക് ഈ സീഡിൽ നിന്ന് ഓയിൽ കിട്ടുന്നത്. ഫാമിലി എന്താണ്? യൂഫോർബിയേസിയെ. അപ്പൊ 3 സാധനത്തിന്റെ ഫാമിലി പഠിച്ചു. ഏറ്റവും ആദ്യം അലോ എന്ന് പറയുന്ന ഏജന്റിന്റെ ഫാമിലി ലിവിയേസിയെ, റുബാർബ് പോളിഗോണേസിയെ, കാസ്റ്റർ ഓയിൽ യൂഫോർബേസിയെ. സോ യൂഫോർബേസിയെ റിസിനസ് കമ്മ്യൂണിസ് ആണ് നമുക്ക് അതിന്റെ സോഴ്സ് ആയിട്ട് കിട്ടുന്നത്. ഇനി ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിലോ കാസ്റ്റർ സീഡ്സ് ട്രോപ്പിക്കൽ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ കൺട്രീസിലെല്ലാം ഉണ്ടാകും. ഇന്ത്യ എടുക്കുകയാണെങ്കിൽ കാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വ്യവസായത്തിന്റെ മേജർ ഭാഗത്തിലുള്ളതാണ്. കാസ്റ്റർ ഇസ് വൺ ഓഫ് ദ മേജർ ഓയിൽ സീഡ് ക്രോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആൻഡ് ഇന്ത്യ എന്ന് പറയുന്നത് കാസ്റ്റർ സീഡിന്റെ ഉൽപാദനത്തിൽ 2ാം നിലയിൽ നിൽക്കുന്നതാണ്. ഇൻ ദ വേൾഡ് ഇറ്റ് പ്രൊഡ്യൂസ് 2.8 lakh ton per annum. എത്രയാണ്? 2.8 lakh ton per annum. ബ്രസീൽ, USSR, തായ്ലൻഡ്, USA, റുമാനിയ അങ്ങനെയുള്ള ഒരുപാട് കൺട്രിയില് ലാർജ് സ്കെയിലില് കാസ്റ്റർ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ കൂടുതലായിട്ടും കാസ്റ്റർ ഓയിൽ ഉള്ളത് ആന്ധ്രാപ്രദേശിലും ഗുജറാത്തിലും കർണാടകയിലുമാണ്. ഓക്കെ, ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ആന്ധ്രാപ്രദേശിലാട്ടോ. ഓക്കെ, അപ്പം കാസ്റ്റർ സീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ് ഏറ്റവും ഒരു സെക്കൻഡ് ലാർജസ്റ്റ് ഉൽപാദനം. ട്രോപ്പിക്കൽ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ഉൽപ്പാദിപ്പിക്കുക. ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക. ആന്ധ്രാപ്രദേശ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ മൊത്തം വ്യവസായത്തിന്റെ 60% ക്രോപ്പില് കാസ്റ്റർ സീഡ് ഉണ്ട്. ഇനി കാസ്റ്റർ സീഡ് എടുത്താൽ ഫോസ്ഫറസ് കണ്ടന്റ് വളരെ അധികം കൂടുതലുള്ള ഒരു സീഡാണ്. ഫോസ്ഫറസ് കണ്ടന്റുകൾ മാത്രമല്ല ഫൈറ്റിനാണ് കൂടുതലായിട്ടും ഉള്ളത്. ഫോസ്ഫറസ് കണ്ടന്റ് ആൻഡ് ഫൈറ്റിൻ. അതിന്റെ ഹൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ തോട്. ഹള്ളസ് റിച്ച് ഇൻ മിനറൽ ആൻഡ് ഓൾസോ കണ്ടെയ്ൻ ആൻ ആൽക്കലോയിഡ് റിസിനൈൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡും ഉണ്ട്. നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ഏജന്റ് എന്തൊക്കെയാണ്? റിസിനോളിക് ആസിഡും ഐസോ റിസിനോളിക് ആസിഡുമാണ് കിട്ടുക. സോ ഈ പറയുന്ന ഷെല്ലില് മിനറൽസ് കൂടുതലാണ്. ആൽക്കലോയിഡ് റെസിനും ഉണ്ടാകും. സോ ഈ ആൽക്കലോയിഡ് റെസിൻ പിഗ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് റെസിനോളിക് ആസിഡും ഐസോ റെസിനോളിക് ആസിഡും. ദ ഓയിൽ കണ്ടന്റ് ഓഫ് ദ കെർണൽ അത് എത്രയൊക്കെ വേരി ചെയ്യുന്നുണ്ട്? 36 മുതൽ 60. പല വെറൈറ്റീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ അളവായിരിക്കും ഓയിൽ കണ്ടന്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഹൈദരാബാദ് മുള്ളങ്കൈ വെറൈറ്റി ഉണ്ട്. ആ മുള്ളങ്കൈ വെറൈറ്റി ഓഫ് കാസ്റ്റർ ഓയിൽ ആണ് ഏറ്റവും കൂടുതലായിട്ട് എന്തുണ്ടാവുക?
ഓയിൽ കണ്ടന്റ് ഉണ്ടാവും. ഓക്കെ, 48% ഓയിൽ തന്നെയായിരിക്കും. ഇനി കാസ്റ്റർ സീഡ്സിനകത്ത് 7 തരത്തിലുള്ള എൻസൈമുകൾ ഉണ്ട്. ലിപ്പേസ്, മാൾട്ടേസ്, ഇൻവെർട്ടേസ് എന്നൊക്കെ പറയുന്ന 7 തരത്തിലുള്ള എൻസൈമുകൾ ഉണ്ട്. സോ ഈ റിസിൻ അല്ലെങ്കിൽ റിസിനോളിക് ആസിഡ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒരു ടോക്സിക് ഏജന്റും കൂടെ ഉണ്ട്. ദ ടോക്സിക് പ്രിൻസിപ്പിൾ റിസിൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അബൌട്ട് 3% ഓഫ് ദ സീഡ്. 3% മാത്രമുള്ള റിസിൻ എന്ന് പറയുന്ന ഏജന്റ് കാസ്റ്റർ ഓയിൽ ഒരു പോയിസണസ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പൊ നമ്മളിപ്പോ അരളിയൊക്കെ എടുക്കുമ്പോ പറയുന്നില്ലേ, അരളിയുടെ പൂവിന്, ഇലയ്ക്ക്, തണ്ടിന് എല്ലാം വിഷാംശമുണ്ട് എന്നാണ് അല്ലെ പറയുന്നത്. ഒരു കുട്ടി ഇടയ്ക്ക് മരിച്ചതായിട്ട് നമ്മൾ കണ്ടു. സോ അതേപോലെ തന്നെ കാസ്റ്ററിന്റെ സീഡിനകത്ത് 3% റിസിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അത് പോയിസണസ് ആണ്. ഓർഗാനോലെപ്റ്റിക് ക്യാരക്ടർ പെയിൽ യെല്ലോ. കാസ്റ്റർ ഓയിൽ ഒക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം, പെയിൽ യെല്ലോ അല്ലെങ്കിൽ കളർലെസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ്. നമുക്കൊരു നോസിയ ഫീലിംഗ് ഉണ്ടാകും. ടേസ്റ്റ് ഫസ്റ്റ് ബ്ലാൻഡ് ആണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു ആക്രിഡും പിന്നെ ഒരു നോസിയേറ്റിംഗ് ടേസ്റ്റ് ആണ്. വിസ്കസ് ആണ്, തിക്നെസ് കൂടിയ ഒരു ട്രാൻസ്പെറന്റ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, കാസ്റ്റർ ഓയിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ട്രൈഗ്ലിസറൈഡ് ഓഫ് റിസിനോളിക് ആസിഡ്. പിന്നെയും ഗ്ലൈക്കോസൈഡ് ഗ്ലിസറൈഡ്സ് ഒക്കെ പ്രസന്റ് ആണ് കേട്ടോ. ലിനോളിക് ആസിഡ്, ഐസോറിനോളിക് ആസിഡ്, സ്റ്റീറിക്, ഐസോസ്റ്റീറിക്. അപ്പം ചിലപ്പോൾ ഓപ്ഷൻസിനകത്ത് ഉണ്ടാകും എന്താ, റിസിനോളിക് ആസിഡ്, ഐസോ റിസിനോളിക് ആസിഡ്, ദെൻ ലിനോളിക് ആസിഡ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓൾ ഓഫ് ദി എബവ് കണ്ടാൽ ഓൾ ഓഫ് ദി എബവ് ആണ്. ഈ പറയുന്ന ലിനോളിക് ആസിഡ്, സ്റ്റീറിക് ആസിഡ്, ഐസോസ്റ്റീറിക്, ഐസോ റിസിനോളിക്, റിസിനോളിക്, ഇതെല്ലാം നമ്മുടെ കാസ്റ്റർ ഓയിലിന്റെ കണ്ടന്റുകളാണ്. ഇനി നമ്മൾ പറഞ്ഞു സാധാ ഓയിലിനേക്കാളും കാസ്റ്റർ ഓയിലിന്റെ വിസ്കോസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു അല്ലെ. അത് എന്തുകൊണ്ടാണ്? ഈ റിസിനോളിക് ആസിഡ് പ്രസന്റ് ആയതുകൊണ്ടാണ് വിസ്കോസിറ്റി കൂടുതലായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പകുതി വോളിയം ഓഫ് കാസ്റ്റർ ഓയിൽ എടുക്കുക. ഓക്കെ, ഇപ്പൊ 100 ml ആണെന്നുള്ളതെങ്കിൽ 60 ml എടുക്കുക. ഈ 60 ml അത്ര തന്നെ പകുതി വോളിയം ഓഫ് ലൈറ്റ് പെട്രോളിയം ഈതറുമായിട്ട് മിക്സ് ചെയ്യാം. പാർട്ട്ലി സോലബിൾ ആയിരിക്കും. 2 വോളിയത്തിലും അതെന്തായിരിക്കും? പാർട്ട്ലി സോലബിൾ ആയിരിക്കും. അതേപോലെ ആൽക്കഹോൾ എടുക്കുക. ഈ ഓയിലിനെ അത്ര തന്നെ ക്വാണ്ടിറ്റി ഓഫ് ആൽക്കഹോളിനോൾക്ക് ആഡ് ചെയ്യുക. ഒരു ക്ലിയർ ലിക്വിഡ് കിട്ടുകയാണ്. അതിനെ ഒരു 0°C കൂൾ ചെയ്തിട്ട് 3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാലും ആ ലിക്വിഡ് ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കും. അതാണ് കാസ്റ്റർ ഓയിലിന്റെ ഐഡന്റിഫിക്കേഷൻ. ഒന്ന് പെട്രോളിയം ഈതറുമായിട്ട്, 2 ആൽക്കഹോളുമായിട്ട്. 2 രീതിയിലാണ് ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നത്. ഇനി യൂസ് നോക്കാം. ഒരു കാത്താർട്ടിക് ആണ് അല്ലെ, ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് കാത്തോർട്ടിക്. പിന്നെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ദെൻ സെവറൽ ഫോം ഓഫ് കാസ്റ്റർ ഓയിൽ ലൈക്ക് ഡീഹൈഡ്രോജനേറ്റഡ് കാസ്റ്റർ ഓയിൽ ആൻഡ് ഹൈഡ്രോജനേറ്റഡ് കാസ്റ്റർ ഓയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഹൈഡ്രോജനേറ്റഡ് ആൻഡ് ഡീഹൈഡ്രോജനേറ്റഡ് ഉണ്ട്. രണ്ടും ഇൻഡസ്ട്രിയലി നമ്മൾ ഒരുപാട് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, സോ കഥാർട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? പർഗേറ്റീവ് ആക്ഷൻ. ഓക്കെ, സോ പർഗേറ്റീവ് ആക്ഷൻ ഉണ്ട്. നമുക്ക് കൊമേഴ്സ്യലി ലൂബ്രിക്കേഷന് വേണ്ടി ഉപയോഗിക്കാം. ഡീഹൈഡ്രോജനേറ്റഡ് ആണ് അല്ലെങ്കിൽ ഹൈഡ്രോജനേറ്റഡ് ആണ്. ഇനി എന്തൊക്കെയുണ്ട്? റിസിനോളിക് ആസിഡ് ഉണ്ട്, ഹെപ്പാറ്റോഹൈഡ് ഉണ്ട്, ദെൻ അൺഡിസിനോയിക് ആസിഡ് ഉണ്ട്. ദെൻ കൊമേഴ്സ്യലി നമുക്ക് കാസ്റ്റർ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡ്സ് ഇവരൊക്കെയാണ്. ഇനി ടർക്കി റെഡ് ഓയിലും സോപ്പും അങ്ങനെയുള്ള വസ്തുക്കളുണ്ടല്ലോ, ടർക്കി റെഡ് ഓയിൽ, സോപ്പ്, ഇതൊക്കെയാണ് നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുന്ന മറ്റുള്ള ഏരിയ. ഫോർ പ്രിപ്പയറിംഗ് ടർക്കി റെഡ് ഓയിൽ ആൻഡ് ഫോർ പ്രിപ്പയറിംഗ് സോപ്പ്. അങ്ങനെയുള്ള ഒരുപാട് കൊമേഴ്സ്യൽ പ്രോഡക്റ്റ്, പെയിന്റ്, ഇനാമല്, വാർണിഷ്, ഗ്രീസ്, പോളിഷസ്, പ്രിന്റിംഗ് ഇങ്ക്, ഹൈഡ്രോളിക്, ഇപ്പൊ ബ്രേക്കിംഗ് സ്പിരിറ്റിലൊക്കെ മോഡിഫിക്കേഷൻ, ബ്രേക്ക് ഉണ്ടല്ലോ, ബ്രേക്കിന്റെ സ്പിരിറ്റിലൊക്കെ മോഡിഫിക്കേഷൻ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കാസ്റ്റർ ഓയിൽ ആണ്. ഓക്കെ, ദി കാറ്റാലിറ്റിക് പ്രോപ്പർട്ടി ഓഫ് കാസ്റ്റർ ഓയിൽ ഇസ് മെയിൻലി ഡ്യൂ ടു ദ ഇറിറ്റന്റ് ആക്ഷൻ ഓഫ് റിസിനോളിക് ആസിഡ്. അപ്പം ഈവൻ അതിന്റെ വിസ്കോസിറ്റി കൂട്ടാനും അതിന്റെ പർഗേറ്റീവ് ആക്ഷനും എല്ലാം കാരണം റിസിനോളിക് ആസിഡ് ആണ്. കാസ്റ്റർ ഓയിൽ നമ്മൾ ഓറലി കൊടുക്കാറുണ്ട്. അത് നമ്മൾ അരോമാറ്റൈസ് ചെയ്തിട്ടാണ് ക്യാപ്സ്യൂൾ ആയിട്ടൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാപ്സ്യൂൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, ക്യാപ്സ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കാസ്റ്റർ ഓയിലിന്റെ ഒക്കെ ടേസ്റ്റ് മാസ്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. സോ ഇതിന് നമ്മൾ പേസ്റ്റ് ആയിട്ട്
അല്ലെങ്കിൽ അതേപോലെ തന്നെ ക്യാപ്സ്യൂൾ ആയിട്ടും ഒക്കെ മാറാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ കോൺട്രാസെപ്റ്റീവ് ക്രീമുകളിലും ജെല്ലീസിലും ഉപയോഗിക്കും. ദെൻ അട്രോപ്പിൻ ആൻഡ് കൊക്കൈൻ ഒഫ്താൽമിക് പർപ്പസിൽ ഉപയോഗിക്കുമ്പോൾ അതിനെ സസ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കും. ദെൻ ലിപ്സ്റ്റിക് അതേപോലെ ടൂത്ത് ഫോർമുലേഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ കാസ്റ്റർ ഓയിലിനെ ഉപയോഗിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ എമോളിയന്റ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ലിപ്സ്റ്റിക്. അതേപോലെ സൾഫോറെസിനോലേറ്റ് എന്ന് പറയുന്ന ഒരു പ്രിപ്പറേഷൻ, റെസിനോളിക് ആസിഡിന് സൾഫേറ്റഡ് ഫോം, അതിന് നമ്മൾ സ്ട്രോങ് ബാക്ടീരിയസൈഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി കോസ്മെറ്റിക് പർപ്പസ് നിങ്ങളോട് പറയണ്ടല്ലോ, ഹെയറിന്റെ ഗ്രോത്തിന്, ഹെയർ ഫിക്സേഴ്സിനൊക്കെ ആയിട്ട് നമ്മൾ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാറുണ്ട്. സോ റുബാർബും കാസ്റ്റർ ഓയിലും നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. റുബാർബ് ആൻഡ് കാസ്റ്റർ ഓയിൽ. നാളെ നമുക്ക് ഇസബ്ഗുള്ളയും സെന്നയും തീർക്കാം. ഓക്കെ, സോ നമുക്കിനി ക്ലിനിക്കൽ ഫാർമസിയിലെ ഒരു ഡിസീസും കൂടെ നോക്കാലോ. ബോറടിച്ചിരിക്കുവാണോ? ഒരേ സാധനം തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാത്തത് നിങ്ങൾക്ക് കൺഫ്യൂഷനും ഉണ്ടാവും, അതേപോലെ തന്നെ ബോറടിക്കാനും സാധ്യതയുണ്ട്. അടുത്ത രണ്ട് ഡിസീസ് കണ്ടീഷൻസ് നോക്കാം. കാർഡിയോ വാസ്കുലർ ഡിസീസസ് നോക്കാം. നിങ്ങളൊന്ന് എഴുതി നോക്കിക്കേ. നിങ്ങൾ ഇതുവരെ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ക്ലിനിക്കൽ ഫാർമസിക്കകത്ത് ഹെപ്പറ്റൈറ്റിസ് പഠിച്ചു. പിന്നെ നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. റുബാർബും പഠിച്ചു, കാസ്റ്റർ ഓയിലും പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർഡിയോ വാസ്കുലർ ഡിസീസിന്റെ അകത്തുള്ള ഓരോ കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ, കാർഡിയോ വാസ്കുലർ ഡിസീസ് എന്താ കാർഡിയോ വാസ്കുലർ ഡിസീസ്? A group of disease which is having great importance. Okay, അതായത് മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഡിസബിലിറ്റി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ഒരു ഡിസീസ് ആണ് കാർഡിയോ വാസ്കുലർ ഡിസീസ്. 50% ആളുകളിൽ ഡെത്ത് ഉണ്ടാക്കാനും സാധ്യതയുള്ള ഒരു അസുഖമാണ് കാർഡിയോ വാസ്കുലർ ഡിസീസ്. അതിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. കൺജനൈറ്റൽ എന്നും അക്വയർഡ് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. കൺജനൈറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൺജനൈറ്റൽ എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ, അമ്മ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ട് കുഞ്ഞിലേക്ക് വരാനൊക്കെ സാധ്യതയുള്ളതാണ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ റുബെല്ല അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ. പ്രഗ്നന്റ് മദർ ഹാംഫുൾ ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോഴും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഡിസീസ് ആണ് കൺജനൈറ്റൽ ഡിസീസ്. ഇനി അക്വയർഡ് ഹാർട്ട് ഡിസീസ് ഉണ്ട്. അക്വയർഡ് ഹാർട്ട് ഡിസീസിന് BP കൂടിയ ഒരു പേഷ്യന്റ്, അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ള ഒരു പേഷ്യന്റ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് എക്സസൈസ്, ഒബീസിറ്റി, സ്മോക്കിംഗ് ഒക്കെ ഉള്ള പേഷ്യന്റ് എടുക്കുകയാണെങ്കിൽ അവരിലും കാർഡിയോ വാസ്കുലർ ഡിസീസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയും ഹൈപ്പർ ടെൻഷൻ, BP എന്നൊക്കെ പറയുന്നൊരു സൈലന്റ് കില്ലർ ആണെന്ന് പറയും അല്ലെ. അപ്പൊ ഹൈപ്പർ ടെൻഷൻ വിൽ ലീഡ്സ് ടു കാർഡിയോ വാസ്കുലർ ഡിസീസ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദെൻ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉണ്ട്. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്താ? റുമാറ്റിക് ഫീവർ വരുമ്പോ ആ പേഷ്യൻസില് ഇപ്പൊ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ പോലെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോ ആളുകളിൽ ആദ്യം സോർ ത്രോട്ട് ഉണ്ടാവും, പിന്നീട് അത് ജോയിന്റ്സിനെ എഫക്ട് ചെയ്യും. നമ്മൾ റുമാറ്റിക് ഡിസീസ് എന്നൊക്കെ വിളിക്കും. റുമാറ്റിക് ഫീവർ എന്നൊക്കെ പറയുന്നത് എന്താ? ഈ പനി വന്നു കഴിയുമ്പോൾ സന്ധിവാദം അല്ലെങ്കിൽ ആമവാദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വാദം വന്നു കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ ഹാർട്ടിനെയാണ് ഇൻഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഹൈപ്പർ ടെൻഷനെ പറ്റി പറയാം. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ എന്താ? ബ്ലഡ് വെസൽസിന്റെ വാൾസിൽ ബ്ലഡ് എക്സാർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ ഇപ്പൊ 120/80 ആണ് നമ്മൾ നോർമൽ ബ്ലഡ് പ്രഷർ ആയിട്ട് പറയുന്നത്. mm/Hg എന്നാണ് യൂണിറ്റ് പറയുക അല്ലെ. സോ 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക്കും 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക്കും ആയിരിക്കും. പക്ഷെ ഇപ്പൊ പുതിയ ജയച്ചയുടെ റൂളൊക്കെ അനുസരിച്ച് 160 വരെ എന്ത് ചെയ്യാം? ബ്ലഡ് പ്രഷർ കൂടാം. 95 വരെ എന്താകാം? ഡയസ്റ്റോളിക്ക് കൂടാം. ഇതൊരു നോർമൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷന്റെ ഒക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ഹൈപ്പർ ടെൻഷൻ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി അല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഡ്യൂ ടു ഐഡന്റിഫയബിൾ കോസസ്, ഇപ്പൊ റീനൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ പ്രഗ്നൻസി ഒക്കെ കൊണ്ടുണ്ടാകുന്നതാണ് സെക്കൻഡറി. പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താ? എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ. കാരണം നമുക്ക് ഇപ്പോഴും അറിയില്ല, പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ BP
ഇൻക്രീസ് ചെയ്യുന്നു. സെക്കൻഡറി ആകുമ്പോഴോ അണ്ടർലൈൻ ആയിട്ടുള്ള വേറെ ഡിസീസുകൾ കൊണ്ട് നമ്മുടെ ബി പി ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി കുറച്ച് വേരിയസ് കോസസ് നോക്കാം ഹൈപ്പർ ടെൻഷന്റെ. ഹെറിഡിറ്ററി, ഫാമിലി ഹിസ്റ്ററി, ഒബീസിറ്റി, സ്ട്രെസ്, സ്ട്രെയിൻ, വറി, നെർവസ് ടെൻഷൻ, ഓവർ ഈറ്റിംഗ്, എസ്പെഷ്യലി ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാര്, സോൾട്ട് ഇൻടേക്ക്, ആൽക്കഹോൾ അല്ലെങ്കിൽ ടൊബാക്കോ സ്മോക്കിംഗ്, ഇതൊക്കെയാണ് ഹൈപ്പർ ടെൻഷന്റെ ഡിഫറെന്റ് റീസൺസ്. ഉപ്പ് കൂടുതൽ കഴിക്കുക, ആൽക്കഹോള്, സിഗരറ്റ് സ്മോക്കിംഗ്, ഹെറിഡിറ്ററി ആയിട്ട് ഉണ്ടാകുന്നവരിൽ ഒബീസിറ്റി, സ്ട്രെസ്, സ്ട്രെയിൻ, നെർവസ് ടെൻഷൻ, ഫാറ്റ്, ഓവർ ഈറ്റിംഗ് ആയിട്ടുള്ള ആളുകളിലെല്ലാം എന്തുണ്ട്? ഹൈപ്പർ ടെൻഷനുള്ള സാധ്യത കൂടുതലാണ്. ഫസ്റ്റ് പാത്തോഫിസിയോളജി നോക്കാം. ഹൈപ്പർ ടെൻഷൻ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ കിഡ്നീസിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ കിഡ്നിനെയും നെർവിനെയും കണ്ണിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഹൈപ്പർ ടെൻഷൻ ബ്ലഡ് പ്രഷർ കൂടുന്ന സമയം അത് കിഡ്നിയുടെ ഫംഗ്ഷനിങ്ങിനെയും നമ്മുടെ ലിവറിന്റെ ഫംഗ്ഷനിങ്ങിനെയും ഐയുടെയും നെർവിന്റെയും ഒക്കെ ഫംഗ്ഷനെ ഇൻഡയറക്ട്ലി ബാധിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ പറയും ബി പി ഉള്ളവരുടെ ഐയുടെ വിഷൻ അല്ലെങ്കിൽ അതിലുള്ള നെർവിനെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ദിസ് ലീഡ്സ് ടു വിഷ്വൽ ഡിസ്റ്റർബൻസസ്, ഹെമറേജ്, papilledema, then left ventricular wall of the heart even ഫെയിലിയറിലേക്ക് പോവാം, സെറിബ്രൽ എഡിമ ഉണ്ടാവാം, ബ്രെയിനില് ഹെമറേജ് ഉണ്ടാവാനുമുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ ഹെഡേക്ക് ഉള്ള ആളുകളില് അല്ലെങ്കിൽ നല്ല രീതിയിൽ മൈഗ്രെയിൻ ഉള്ള ആളുകളോട് ചോദിച്ചാൽ അവർ പറയും അവർക്ക് തലവേദന എടുക്കുമ്പോൾ പൾസേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറയും. രണ്ട് ഭാഗത്തും പൾസ് അടിക്കുന്ന പോലെ തോന്നുന്നു എന്ന് പറയും. പക്ഷെ അങ്ങനെ അല്ലാതെ ഒരു ബ്രോഡ് ആയിട്ടൊരു ഹെഡേക്ക്, നമ്മുടെ ഇയേഴ്സിൽ റിംഗിങ് സൗണ്ട് കേൾക്കുക, ടിനിറ്റസ് എന്ന് പറയും, ഒരു ടിനിറ്റസ്, ദെൻ നോസിൽ നിന്ന് ബ്ലീഡ് ചെയ്യുക, ഡിസിനെസ്, ബ്ലഡ് വിഷൻ, അതൊക്കെ നമുക്ക് പിന്നീട് കാഴ്ചയില്ലായ്മ, ബാലൻസ് കുറയുക, അങ്ങനെയുള്ള കണ്ടീഷൻസിലേക്കൊക്കെ ലീഡ് ചെയ്യാം. സോ ഇത്രയുമാണ് ഹൈപ്പർ ടെൻഷനെ പറ്റി പറയാൻ. ദെൻ കൊറോണറി ഹാർട്ട് ഡിസീസ്. കൊറോണറി ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ്, നോർമൽ ആയിട്ട് കൊറോണറി സർക്കുലേഷൻ കുറയുമ്പോൾ ഹാർട്ടിന്റെ ഫംഗ്ഷൻ ഇമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഡിസീസ് ആണ്. ഏറ്റവും ആദ്യം നമുക്ക് ഉണ്ടാകുന്ന അഞ്ചൈന പെക്ടോറസ് ആണ്, ദാറ്റ് മീൻസ് ചെസ്റ്റ് പെയിൻ. ദെൻ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, ദാറ്റ് മീൻസ് അറ്റാക്ക്. പിന്നീട് അത് ഫർദർ കാർഡിയാക് ഫെയിലിയർ, ഹാർട്ടിന്റെ ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയും പേഷ്യന്റ് ഡെത്തിലേക്ക് പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി കൊറോണറി ഹാർട്ട് ഡിസീസിന് വേരിയസ് എന്താ പറയാ റീസൺസ് ഉണ്ട് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഫാറ്റ് കൂടിയ ആഹാരം കൂടുതലായിട്ട് എടുക്കുന്നു, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല, ഡയബറ്റീസ് എടുക്കുന്നു, പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല, ഹെവി സ്മോക്കർ ആണ്, എക്സസീവ് ആൽക്കഹോൾ എടുക്കുന്നുണ്ട്, ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ലാക്ക് ഓഫ് എക്സസൈസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഒബീസിറ്റി ഉണ്ടെങ്കിലും ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഈസ് പാത്തോഫിസിയോളജി. അഞ്ചൈന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൊറോണറി ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ല, അവിടെ വേണ്ടുന്ന എമൗണ്ടിലുള്ള ഓക്സിജൻ കിട്ടുന്നില്ല എങ്കിൽ അത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ലീഡ്സ് ടു ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ ഓക്സിജൻ, അല്ലെ? ആ ഡിമാൻഡിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ അല്ലെങ്കിൽ അഞ്ചൈന പെക്ടോറസ് എന്ന് പറയും. ആ ഒരു ചെസ്റ്റ് പെയിൻ, അവിടെ ബ്ലഡ് വെസൽസിൽ ഓക്സിജൻ റിക്വയർമെന്റ് ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അഞ്ചൈന. അഞ്ചൈന എന്നുള്ളത് ഈ പറഞ്ഞ പോലെ കൊറോണറി ബ്ലഡ് വെസലിലൂടെ പ്രോപ്പർ ആയിട്ട് ബ്ലഡ് കടന്നു പോകുന്നില്ല, അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു ഒക്ലൂഷൻ ഉണ്ടെങ്കിൽ പേഷ്യന്റില് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ വരാം. സോ അഞ്ചൈന എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഓക്സിജൻ കൊണ്ട് കൊറോണറി ബ്ലഡ് വെസലില് കൊറോണറി ബ്ലഡിന് സഫീഷ്യന്റ് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ കാണിക്കുന്ന ഒന്നാണ് അഞ്ചൈന. എന്നാൽ ബ്ലഡിന്റെ ഡിമാൻഡ് കൂടുന്നു, ഒരു ഒക്ലൂഷൻ ഉള്ളത് കൊണ്ട് സഫീഷ്യന്റ് ബ്ലഡ് എത്താൻ സാധിക്കുന്നില്ല, അത്തരം സന്ദർഭത്തിൽ പറയുന്ന ഡിസീസ് ആണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ഓക്കെ, സോ എവിടെ വേണമെങ്കിൽ വരാം, ലെഫ്റ്റിലോ റൈറ്റ് വെൻട്രിക്കിളിലോ വരാം. ഏത് കൊറോണറി ആർട്ടറി ആണോ അടഞ്ഞു പോയത്, ഒക്ലൂഡ് ചെയ്തത്, അതനുസരിച്ചിട്ടായിരിക്കും ചെസ്റ്റ് പെയിൻ വരിക. കണ്ടീഷൻസ്, ഹാർട്ട് ഫെയിലിയറിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് പ്രഷർ ഓവർലോഡഡ്, വോളിയം ഓവർലോഡഡ്, ലോസ് ഓഫ് വയബിൾ മയോകാർഡിയം, ഡിക്രീസ് ഇൻ മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റി, ഇതൊക്കെയാണ് ഹാർട്ട് ഫെയിലിയറിന്റെ കണ്ടീഷൻസ്. ഒന്ന് ഹൃദയത്തില് പ്രഷർ കൂടുക, വോളിയം കൂടുക, മയോകാർഡിയം പഴയതുപോലെ പ്രവർത്തിക്കാതിരിക്കുക, മയോകാർഡിയത്തിന് കോൺട്രാക്ട് ചെയ്യാൻ പറ്റാതെ ഇരിക്കുക. അടുത്തത് അഞ്ചൈന. അഞ്ചൈന നെഞ്ചുവേദന വരുമ്പോൾ എങ്ങനെയാ വരിക? ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ഡിസ്കംഫോർട്ട് വരിക.
നെക്ക്, ലോവർ ജോ, ഷോൾഡർ, ആം, അങ്ങനെയായിരിക്കും പെയിൻ റേഡിയേറ്റ് ചെയ്യുക. ഡിസ്കംഫോർട്ട് എന്ന് പറയുന്നത് ആമിലും റിസ്റ്റിലും മാത്രമായിട്ട് മിക്കവാറും നിൽക്കാറുണ്ട്. അധികമായാൽ മാത്രമേ സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ കൂടിപ്പോയി അരമണിക്കൂറൊക്കെ ആയിരിക്കും ഒരാൾക്ക് അഞ്ചൈന അറ്റാക്ക് ഫീൽ ചെയ്യുള്ളൂ. പിന്നീട് ഇത് ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നീട് ഗ്രാജുവൽ ഒരു പീക്കിലേക്ക് എത്തുന്നു. മിനിറ്റുകൾ കഴിയുന്നതോറും ഇതൊരു ഗ്രാജുവൽ പീക്കിൽ എത്തുന്നു. പിന്നീട് ആ പീക്ക് എന്നത് കുറഞ്ഞു പോകുന്നു. ദെൻ ഇൻ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഡിസ്കംഫോർട്ട് എന്ന് പറയുന്നത് ഒരു ബേണിംഗ്, ഇപ്പൊ ചില ആൾക്കാർ പറയും നീറുന്നത് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ശരിക്കും പറയാ നൈഫ് പെനിട്രേറ്റിംഗ് പെയിൻ എന്നാ പറയാ, കത്തി കുത്തി ഇറക്കുന്ന വേദന എന്നാണ് ചെസ്റ്റ് പെയിനെ പൊതുവെ പറയാ കേട്ടോ. സോ ദെൻ ഈ പറയുന്ന ഒരു ബേണിംഗ് ഫീലിംഗ് അല്ലെങ്കിൽ ത്രോട്ടിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന പോലെ, ജോയിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന പോലെ, ഷോൾഡറിൽ നിന്ന് മീൻസ് ജോയിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പോലെ ആ ഒരു സെൻസേഷൻ ആണ് അഞ്ജൈന എന്ന് പറയുന്നത്. ചില ആളുകളിൽ ചുമയായിട്ടും ചോക്കിംഗ് ആയിട്ടും ഒക്കെ വരാം. ഈ ഡിസ്കംഫർട്ട് 30 സെക്കൻഡ് മുതൽ 30 മിനിറ്റ് വരെ ലാസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ മണിക്കൂറുകൾ മുതൽ ലാസ്റ്റ് ചെയ്യാൻ, വേദന ഭയങ്കര സിവിയർ ആവാനും സാധ്യതയുണ്ട്. ചില ആളുകളിൽ മാത്രം അഞ്ജൈന ഉണ്ടാകുമ്പോൾ നോസിയയും വോമിറ്റിങ്ങും ഹെഡ് ഏക്കും ഒക്കെ തോന്നാം. ഇനി കാർഡിയാക് ഫെയിലിയർ എടുത്താലോ, ബ്രെത്ത്ലെസ്നെസ്, ഫാറ്റീഗ്, ഇൻസോംനിയ, നോസിയ, നോക്ടൂറൽ കൺഫ്യൂഷൻ ആൻഡ് ആൻസൈറ്റി, ഇത്രയുമാണ് കാർഡിയാക് ഫെയിലിയർ. ഓക്കെ, സോ നമ്മൾ ഹാർട്ട് ഡിസീസ് CHDയും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇപ്പൊ നമ്മൾ ക്ലിനിക്കൽ ഫാർമസിക്കകത്ത് ഹെപ്പറ്റൈറ്റിസ്, ട്യൂബർകുലോസിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, കാർഡിയോവാസ്കുലർ തീർക്കും. ഇനി നമുക്ക് എപ്പിലെപ്സിയും ഡയബറ്റിസും പെപ്റ്റിക് കൾച്ചറും ഹൈപ്പർ ടെൻഷനും ആണ് ബാക്കിയുള്ളത്. ഓക്കെ, താങ്ക് യു.